പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണെടാ കുഞ്ഞുമക്കളെ? ഒരു സോഴ്സ് ചാർജിന്റെ ഫീൽഡിലേക്ക് വേറൊരു ചാർജിനെ കൊണ്ടുവരുമ്പോൾ വർക്ക് ചെയ്യണം. ആ വർക്ക് ചാർജിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പൊ ആക്ച്വലി നിങ്ങൾ അവിടെ ഓർക്കേണ്ടത്, നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഫീൽഡിലേക്ക് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ബൈ വർക്ക് എനർജി പ്രിൻസിപ്പിൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ദി എനർജി കൺസ്യൂംഡ്. സോ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദി എനർജി, പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദാറ്റ് ചാർജ്. അപ്പം ചാർജ് ഫീൽഡിൽ വന്നിട്ട് നിൽക്കുമ്പോൾ, ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ അതിന് പൊസിഷൻ പോലും കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ സോഴ്സ് ഏതാണ്? ആ പൊട്ടൻഷ്യൽ എനർജിയുടെ സോഴ്സ് ഏതാണ്? അതിനെ കൊണ്ടുവരാൻ ചെയ്ത വർക്കാണ് ആക്ച്വലി അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള ആ കോൺസെപ്റ്റ് എൻ്റെ കുഞ്ഞുമക്കൾ ഓർമ്മയിൽ വെക്കണം. ദെൻ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ കൊണ്ടുവന്ന ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ചാർജ് ഇൻറ്റു ആ ചാർജ് നിൽക്കുന്ന പൊസിഷനിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണ് സോഴ്സ് ചാർജ്, അതിന്റെ ഫീൽഡാണ് ഇത്, ഫീൽഡിന്റെ ഒരു പോയിന്റ് ആണിത്. അവിടേക്ക് ക്യൂ എന്നുള്ള ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്നു. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ഈ പോയിന്റില് ക്യൂ വന്ന് നിന്ന് കഴിഞ്ഞാൽ ക്യൂയിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദിസ് ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി. ഓക്കെ, ഇതെന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് അറിയാവാ? നമ്മൾ ഇപ്പൊ കൊണ്ടുവന്നത് ഒരു ചാർജിനെ അല്ലേ, മറ്റൊരു ചാർജിന്റെ ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് ഒരു ചാർജിനെ അല്ലേ. നമ്മൾ ഇനി ഒന്നിൽ കൂടുതൽ ചാർജിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ചാർജുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കുന്നു, സിസ്റ്റം ഓഫ് ചാർജസ് ഉണ്ടാക്കുന്നു. അങ്ങനെയാകുമ്പോൾ ആ സിസ്റ്റം ഓഫ് ചാർജസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എത്ര? അത് ആക്ച്വലി എന്തായിരിക്കും? ആ ഓരോ ചാർജുകളെയും ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് ഡണ്ണുകളുടെ സമ്മായിരിക്കും എന്നുള്ള കാര്യം എൻ്റെ കുഞ്ഞുമക്കൾ ഓർമ്മിക്കുക. സോ വാട്ട് ഈസ് മെന്റ് ബൈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. അല്ലേ? ഇറ്റ് ഈസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് a number of charges from infinity to their respective positions in the field. ഫീൽഡിലെ അതാത് ചാർജിന്റെ പൊസിഷനിലേക്ക് അതാത് ചാർജുകളെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ഡൺ ആണ് അവിടുത്തെ സിസ്റ്റം ഓഫ് ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ ഇതാ Q1, Q2, Q3, Q4, Q5 ഇതെല്ലാം ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇതിനെ കൊണ്ടുവരാൻ ഒരു വർക്ക് ചെയ്തിന്, ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക് ഇടാൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വർക്ക് ചെയ്തു. ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഇടാൻ, ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഇടാൻ, ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത വർക്ക് ഇടാൻ, എല്ലാത്തിനും കൊണ്ടുവന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ഫീൽഡിലുള്ള ഒരു പോയിന്റിലേക്ക്, ഇത് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ്, ഇത് വേറൊരു പോയിന്റ് ആണ്, ഇത് വേറൊരു പോയിന്റ് ആണ്, ഇത് വേറൊരു പോയിന്റ് ആണ്, ഇത് വേറൊരു പോയിന്റ് ആണ്. അപ്പോ അതാത് റെസ്പെക്റ്റീവ് പോയിന്റുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന വർക്കുകൾ, ഇത് W1, ഇത് W2, W3, W4 ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ സമ്മാണ് ടോട്ടൽ വർക്ക് ഡൺ. ആൻഡ് ദാറ്റ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പൊ ഇതൊന്നും കൂടി എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഓഫ് ചാർജസ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ നമ്പർ ഓഫ് ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു the particular positions of the charges in the field. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ചാർജസിൽ നമ്മൾ 2-3 എക്സാമ്പിൾ എടുക്കുന്നു. ആദ്യം സിസ്റ്റം ഓഫ് 2 ചാർജസ്, then സിസ്റ്റം ഓഫ് 3 ചാർജസ്, then സിസ്റ്റം ഓഫ് 4 ചാർജസ്. ഓക്കെ, 2 ചാർജസ് വരെ നമുക്ക് എടുക്കാം, ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്, ഈസിയാണ്, ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല. ഓക്കെ, ആദ്യം നമുക്ക് സിസ്റ്റം ഓഫ് 2 ചാർജസ് എടുക്കാം. സിസ്റ്റം ഓഫ് 2 ചാർജസ്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താണ് സിസ്റ്റം ഓഫ് 2 ചാർജസിന്റെ കേസിൽ
പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും രണ്ട് ചാർജുകൾ കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്യുന്നു. രണ്ട് ചാർജുകൾ അസംബിൾ ചെയ്യുന്നു. ഈ രണ്ട് ചാർജുകൾ അസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ഡൺ എത്രയാണോ അതാണ് ആ രണ്ട് ചാർജുകൾ അടങ്ങിയ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ ഇറ്റ്? ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് ദി two charges from infinity. Okay, it is the work done, total work done to bring the two charges from infinity. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം രണ്ട് ചാർജുകളെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ചാർജിനെ കൊണ്ടുവരും, പിന്നെ വേറൊരു ചാർജിനെ കൊണ്ടുവരും. സപ്പോസ് ഞാൻ Q1 എന്നുള്ളൊരു ചാർജിനെ Q1 എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നു. ഈ പോയിന്റ് എ ആണ്. എ എന്ന പോയിന്റിലേക്ക് Q1 എന്നുള്ള ചാർജിനെ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, എ എന്ന പോയിന്റിലേക്ക് Q1 എന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇനി ഇത് ബി എന്നുള്ളൊരു പോയിന്റ് ആണ്. ആ ബി എന്ന പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഞാൻ വേറൊരു ചാർജിനെ കൊണ്ടുവന്നു. ദാറ്റ് ചാർജ് ഇസ് ദി Q2. The distance between this Q1 and Q2, that is A and B, is R12. അപ്പോ ഇപ്പൊ ഞാൻ രണ്ട് ചാർജുകളുടെ സിസ്റ്റം ഉണ്ടാക്കി. അപ്പൊ എന്താണ് ഈ രണ്ട് ചാർജുകൾ അടങ്ങിയ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി? എന്തായിരിക്കും? വർക്ക് ഡൺ ടു ബ്രിങ് ദി ഓർ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദിസ് Q1 ഫ്രം ഇൻഫിനിറ്റി ടു എ പ്ലസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ബി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോ വർക്ക് ഡണിന്റെയും വർക്ക് ഡൺ ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം ഞാൻ വർക്ക് ഡൺ W1 വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണ്. വാട്ട് ഈസ് W1? വർക്ക് ഡൺ, കേൾക്കണേ, വർക്ക് ഡൺ ടു ബ്രിങ്, എന്നെ കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞുമക്കളെ, ടു ബ്രിങ് Q1 ഫ്രം ഇൻഫിനിറ്റി ടു എ എന്തായിരിക്കും? W1 is equal to, കേൾക്കുന്നുണ്ടാ, Q1 into potential at A, അല്ലേ? Q1 into VA. Okay, then what is this amount? What is this value? Q1 into എന്താണ് VA? That VA is actually 0. അതെന്ത്? കാരണം ഞാൻ Q1നെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ വേറൊരു ചാർജ് ഇല്ല. ആദ്യം ഞാൻ Q1നെ കൊണ്ടുവന്നു, അതിന്റെ ഫീൽഡിലേക്കാണ് Q2നെ കൊണ്ടുവരുന്നത്. അപ്പോൾ Q1 കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വേറൊരു ചാർജ് ഇല്ല. വേറൊരു ചാർജിന്റെ ഫീൽഡിലേക്കല്ല ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ എ എന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇൻഫിനിറ്റിന്റെ തൊട്ടടുത്തുള്ള വേറൊരു പോയിന്റ് പോലെയാണ്. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി? വിച്ച് ഇസ് 0. അപ്പോൾ ഓർമ്മിക്ക, എന്തുകൊണ്ട് VA 0 ആയി? Q1നെ ഇൻഫിനിറ്റിയിൽ നിന്നും അതിൻ്റെ അടുത്തുള്ള വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വേറൊരു ചാർജിന്റെ ഫീൽഡ് ഇല്ല. ആക്ച്വലി എ എന്ന പോയിന്റ് ഇൻഫിനിറ്റിയിൽ തന്നെയാണ്. ഫീൽഡ് ഇല്ലാത്ത സ്ഥലം ആക്ച്വലി എന്താണ്? ഇൻഫിനിറ്റിയാണ്. Okay, so Q1 into VA is equal to Q1 into 0, which is equal to 0. ഇനി ഞാൻ Q1നെ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും Q1ന്റെ ഫീൽഡില്ലേ? Q1ന്റെ ഫീൽഡിലേക്കാണ് Q2നെ കൊണ്ടുവന്നത്. So what is the work done? Work done to bring Q2 from infinity to B, which is W2 is equal to എന്താണ്? Q2 into potential at B, അല്ലേ? which is equal to Q2 into B എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയത് ആരാ? Q1 എന്നുള്ള ചാർജ് അല്ലേ? that means here a potential is existed. That potential is due to this point charge Q1. What is the potential due to point charge? 1/4 pi epsilon 0 Q. What is that Q? Q1 ഉണ്ടാക്കിയ ഫീൽഡ് ആണ് അവിടെ ഉള്ളത്. So Q1 by R12. So what is the value of W2? 1/4 pi epsilon 0 Q2 by R12. Therefore
the total work done. Total work done. Total work done. W is equal to W1 plus W2. Okay. Okay. This is equal to 0 plus W2, which is equal to W2. And this W2 ഇപ്പൊ എന്താ ഈ രണ്ടെണ്ണത്തിന്റെ വർക്ക് ഡൺ നമ്മൾ സമ്മാക്കി കഴിഞ്ഞു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ടോട്ടൽ വർക്ക് ഡൺ is stored as the potential energy of the system of charges. Therefore the potential energy of the system of two charges, system of two charges is equal to U is equal to W2. That is U is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12. ഇതാണ് രണ്ട് ചാർജുകളെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ടോട്ടൽ വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ആ രണ്ട് ചാർജുകളിലായിട്ട് അസംബിൾ ചെയ്യപ്പെട്ട സ്റ്റോർ ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ എനർജിയാണിത്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഈ ചാർജിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. ഈ എനർജി പവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന് ഈ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ സിസ്റ്റം എങ്ങാനും കൊളാപ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ എനർജി റിലീസ് ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ സിസ്റ്റം ഓഫ് ടു ചാർജസ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇനി നമുക്ക് സിസ്റ്റം ഓഫ് ത്രീ ചാർജസ് പറയണം. ഓക്കെ, system of three charges. Then what will be the definition? It is the work done to assemble. It is the work done to assemble a system of three charges, say in their respective positions. Okay, of a system of three charges. അതെങ്ങനെ അറിയാവോ? ആദ്യം ഞാൻ ഇതാ മൂന്ന് പോയിന്റുകളിലേക്കാണ് ഞാൻ ആ ചാർജുകളെ കൊണ്ടുവരുന്നത്. മൂന്ന് പോയിന്റുകൾ എ ബി സി. ഇൻഫിനിറ്റിയിൽ നിന്ന് Q1 എന്ന് പറയപ്പെടുന്ന ചാർജിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് Q2 എന്ന് പറയുന്ന ചാർജിന് ഇവിടെ ബിയിലേക്ക് കൊണ്ടുവന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് Q3 എന്ന് പറയുന്ന ചാർജിനെ സിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ Q1 കൊണ്ടുവരാൻ ചെയ്ത വർക്ക് പ്ലസ് Q2 കൊണ്ടുവരാൻ ചെയ്ത വർക്ക് പ്ലസ് Q3 കൊണ്ടുവരാൻ ചെയ്ത വർക്ക്, ആ ടോട്ടൽ വർക്ക് ഡൺ ഈ മൂന്ന് ചാർജുകൾ ചേർന്ന സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി ആയിട്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ അല്ലേ? അപ്പൊ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R12, Q1 Q3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R13, Q2 Q3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R23. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ ഇതാ വർക്ക് ഡൺ ടു ടേക്ക് watch Q1 from infinity to A. What is that? W1 is equal to parada Q1 into potential at A. What is potential at A? Which is 0, because Q1 എന്ന് നിങ്ങൾ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വേറൊരു ചാർജ് ഇല്ല. That means വേറൊരു ചാർജിന്റെ ഫീൽഡിലേക്കല്ല നിങ്ങൾ കൊണ്ടുവന്നത്. That means potential at A, initially the potential at A is equal to 0. Therefore Q1 into 0 is equal to 0. W1 is equal to 0. പക്ഷെ നിങ്ങൾ ഇനി Q2 കൊണ്ടുവരുന്നത് എവിടേക്കാണ്? Q1 ഫീൽഡിലേക്കാണ്. Therefore then work done to take Q2 from infinity to B, which is W2, is equal to, എൻ്റെ കുഞ്ഞു മക്കളെ പറയടാ മക്കളെ, എന്താണ്? Q2 into V at B, potential at B, which is equal to Q2 into എന്താണ് potential at B? There is a potential due to this point charge Q1. So Q2 into 1 by 4 pi epsilon 0 Q1 by R12. Therefore W2 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12. This is W2.
then what is finally the work done to take Q3 from infinity to C is W3, which is equal to Q3 into V at C. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്താണ് Q3 V at C, പൊട്ടൻഷ്യൽ അറ്റ് സി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ ഈ രണ്ട് ചാർജുകൾ കാരണമുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ കാരണമുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? ബൈ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ചാർജ് പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് ചാർജ്, ദാറ്റ് മീൻസ് Q3 ഇൻറ്റു പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 എന്താ 1/4πε0 Q1 ബൈ എന്താണ് R13 പ്ലസ് 1/4πε0 Q2 by R23. Therefore, W3 is equal to 1/4πε0 Q1 Q3 by R13 plus 1/4πε0 Q2 Q3 by R23. അപ്പോൾ നമ്മൾ മൂന്ന് വർക്കും കണ്ടുപിടിച്ചു. W1 കണ്ടുപിടിച്ചു, W2 കണ്ടുപിടിച്ചു, W3 കണ്ടുപിടിച്ചു. Therefore, the total work done is equal to W1 plus W2 plus W3, and this total work done is stored in the system as its potential energy. Okay, thus potential energy U is equal to എല്ലാം കൂട്ടടാ എന്താണ് this plus this 0 plus this 1 plus this അല്ലേ. അപ്പോൾ എന്താണ് 1/4πε0 കോമൺ ആണ്. അപ്പോൾ എന്താ 1/4πε0 Q1 Q2 by R12 Q2 Q3 by അല്ല Q1 Q2 Q1 Q3 by R23 Q3 അല്ലല്ലോ R13 അല്ലേ പ്ലസ് Q2 Q3 by R23. Simple. Q1 Q2 by R12 Q1 Q3 by R13 Q2 Q3 by R23. Okay, this is the amount of potential energy of the system of three charges. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഓഫ് 4 ചാർജസ് എത്രയാണ് എന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിച്ചുകൂടാ. ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്. ഇതൊന്നും ചെയ്യാതെ തന്നെ what will be the potential energy of the system of 4 charges? What will be the potential energy of the system of 4 charges? നമുക്ക് ഡയറക്റ്റ് പറയാം. വലിയ പ്രയാസമുള്ള സംഗതിയല്ല. നമുക്ക് ഡയറക്റ്റ് പറയാം. ഇതാ 4 ചാർജുകൾ ചേർന്ന സിസ്റ്റം R Q2 Q3 Q4 അവർ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ നിങ്ങൾ നോക്കിക്കോ. R12 R23 R34 ഉണ്ടടാ 14. ഓക്കെ, ഇതെന്താണ് R13 and this is R24. അപ്പൊ ഇതിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു 1/4πε0 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും Q1 Q2 by R12 plus Q2 Q3 by Q1 Q3 by R13 plus Q1 Q4 by R14 plus Q1 ന്റെ മൊത്തം കിട്ടി. ഇനി Q2 Q3 by R23 പ്ലസ് ചെയ്താൽ കിട്ടും. സിമ്പിളായിട്ട് കിട്ടും. ഒക്കെ നേരത്തെ ചെയ്ത പോലെ ഓരോന്നായിട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. Q2 Q4 by R24 plus Q3 Q4 by R34. ഓക്കെ അല്ലേ? ഇതായിരിക്കും 4 ചാർജുകളെ അസംബിൾ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, പഞ്ചാബിൽ ഇതിന് കൂടുതൽ ടേം വരും. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോ എന്താ പറയാ
ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ഹീലിയം ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണുകളാണുള്ളത്. അപ്പോൾ ആ 2 പ്രോട്ടോണുകളാണ് അവിടെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതാണ് ന്യൂക്ലിയസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വലിയ വലിയ ന്യൂക്ലിയസുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രോട്ടോണുകൾ ചാർജുള്ള ഒരുപാട് പേര് അസംബിൾ ചെയ്തിട്ടുണ്ടാകും. അതാണ് ആ പ്രോട്ടോണുകളുടെ എല്ലാം ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. അതായത് ആ ന്യൂക്ലിയസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ എനർജി. ഫുള്ളല്ല, ന്യൂക്ലിയർ എനർജിയുടെ ഒരു ഭാഗം, വേറെ എനർജി അവിടെ ഉണ്ട്. ഓക്കെ, ഇനിവേ അപ്പൊ നമ്മളെങ്ങാനും ഈ 4 ചാർജുകളുടെ സിസ്റ്റത്തിനെ കൊളാപ്സ് ചെയ്യുമ്പോൾ ഈ എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. ഇത് ലാർജ് എമൗണ്ട് എനർജിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, യുറേനിയം പോലുള്ള ന്യൂക്ലിയസുകൾ 92 പ്രോട്ടോണുകളൊക്കെ ഉണ്ട്. അപ്പൊ 92 പ്രോട്ടോണുകൾ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക് ഡൺ അവിടെ ന്യൂക്ലിയസിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങാനും കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹ്യൂജ് എമൗണ്ട് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. അതാണ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനുകളിൽ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർമ്മിക്കുക, സിസ്റ്റം ഓഫ് ചാർജസിനെ കൊളാപ്സ് ചെയ്യുമ്പോൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക് ഡൺ, വിച്ച് മീൻസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ലിബറേറ്റഡ്. ഓക്കെ.